അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് US ഫെഡ് ചെയർമാൻ ജെറോം പവലിനെതിരെ തുടർച്ചയായി വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ $ഡോളർ ഇൻഡെക്സ് 3 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലേക്കെത്തി. അമേരിക്കൻ സെൻട്രൽ ബാങ്കിൻ്റെ തന്നെ വിശ്വാസ്യതയെയും സ്വാതന്ത്ര്യത്തെയും ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ട്രംപിൻ്റെ സൈഡിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതുമൂലം നിക്ഷേപകർക്ക് അമേരിക്കൻ എക്കണോമിയിലുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഡോളർ ഇൻഡെക്സിലായിരുന്നു ഏറ്റവും വലിയ ഇടിവ് വന്നത്. അമേരിക്കൻ കറൻസിയുടെ മൂല്യം മറ്റുള്ള പ്രമുഖ കറൻസികളുമായി താരതമ്യപ്പെടുത്തുന്ന ഒരു ഇൻഡെക്സാണ് ഡോളർ ഇൻഡെക്സ്. 2022 മാർച്ച് മാസത്തിന് ശേഷമുള്ള ഏറ്റവും മോശം അവസ്ഥയിലൂടെയാണ് ഡോളർ ഇൻഡെക്സ് കടന്നു പോകുന്നത്. അതേസമയം മറ്റുള്ള പ്രധാന കറൻസികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഡോളറിൻ്റെ മൂല്യം കുറയുകയാണ്. ഡേറ്റ നമ്മൾ പരിശോധിച്ചാൽ ഡോളറിനെതിരെ സ്റ്റെർലിംഗ് $1.34 എന്ന ലെവലിലേക്ക്, അതായത് $1 സ്റ്റെർലിംഗ് 1.34 എന്ന ലെവലിലേക്ക് ഉയർന്നിട്ടുണ്ട്. ഓസ്ട്രേലിയൻ ഡോളർ $0.640 എന്ന ലെവലിലേക്കാണ് ഉയർന്നിരിക്കുന്നത്. ന്യൂസിലൻഡ് ഡോളറും 0.60 എന്ന ലെവൽ തിരികെ പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചൈനീസ് കറൻസിയായ യുവാനും ശക്തിപ്പെട്ടിട്ടുണ്ട്. ഡേറ്റ നമ്മൾ പരിശോധിച്ചാൽ $1 7.2931 യുവാൻ എന്ന നിലയിലേക്കാണ് ചൈനീസ് കറൻസി പോലും ശക്തിപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഗുരുതരമായ രാഷ്ട്രീയ ഇടപെടലുകൾ ജെറോം പവൽ നടത്തിയെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരോപിക്കുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് കൃത്യസമയത്തിന് പ്രഖ്യാപിച്ചില്ല എങ്കിൽ അമേരിക്കൻ എക്കോണമി തന്നെ സ്ലോ ഡൗണിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജെറോം പവലിനെ ദ ലൂസർ അല്ലെങ്കിൽ പരാജിതനെന്ന് അഭിസംബോധന ചെയ്യുകയും ചെയ്തു. കൂടാതെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജെറോം പവലിനെ സ്ഥാനത്തു നിന്നും മാറ്റാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു എന്നും അപ്ഡേറ്റിൽ പറയുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് അമേരിക്കൻ മാർക്കറ്റിൽ ഹെവി സെല്ലിംഗ് വന്നത്. ഡേറ്റ നമ്മൾ പരിശോധിച്ചാൽ ഡോ ജോൺസ് ഇൻഡെക്സ് 2.42%, S&P 2.36%, നാസ്ഡാക്ക് 2.55% ഇടിഞ്ഞു. അമേരിക്കൻ ഇൻഡെക്സ് ദുർബലമാകുന്നതനുസരിച്ച് നിക്ഷേപകർ ഡോളറിൽ നിന്നും ഗോൾഡിലേക്ക് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് ഗോൾഡിൻ്റെ വിലയിൽ പുതിയ ഉയരങ്ങൾ സൃഷ്ടിച്ചേക്കാം. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. ഒന്നാമത്തേത് മഹീന്ദ്ര ലോജിസ്റ്റിക്സ്. മഹീന്ദ്ര ലോജിസ്റ്റിക്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് കഴിഞ്ഞ ദിവസം ആഫ്റ്റർ മാർക്കറ്റ് അവറിന് ശേഷം പുറത്തുവന്നു. കമ്പനിയുടെ റവന്യൂ 8.2% വർദ്ധിച്ച് 1451 കോടിയിൽ നിന്നും 1570 കോടിയിലേക്കെത്തി. EBITDA 37% വർദ്ധിച്ച് 56 കോടിയിൽ നിന്നും 77 കോടിയിലേക്ക് എത്തുകയും മാർജിൻ 3.9% നിന്നും 5% ഇംപ്രൂവ് ആവുകയും ചെയ്തു. കൂടാതെ കമ്പനിയുടെ ലോസ് 12.9 കോടിയിൽ നിന്നും 6.7 കോടിയിലേക്ക് കുറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് മഹീന്ദ്ര ലോജിസ്റ്റിക്സ് എന്ന സ്റ്റോക്കിനെ ഇന്ന് ഫോക്കസ് ചെയ്യാം. പിറ്റി എഞ്ചിനീയറിംഗ് എന്ന കമ്പനി ₹1.50 പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് ക്വാർട്ടർലി റിസൾട്ടിനോടൊപ്പം പ്രഖ്യാപിച്ചു. ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 39% വർദ്ധിച്ച് 336 കോടിയിൽ നിന്നും 469 കോടിയിലേക്കെത്തി. EBITDA 54% വർദ്ധിച്ച് 52 കോടിയിൽ നിന്നും 80 കോടിയിലേക്ക് എത്തുകയും മാർജിൻ 15% നിന്നും 17% ഉയരുകയും ചെയ്തു. പക്ഷേ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 46 കോടിയിൽ നിന്നും 36 കോടിയിലേക്ക് ഇടിയുകയാണ് ഉണ്ടായത്. പ്രോഫിറ്റിൽ 21.5% ഇടിവ് വന്നു. ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റവന്യൂവിലും പ്രോഫിറ്റിലും ഇടിവ് വന്നു. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 37% ഇടിഞ്ഞ് 60 കോടിയിൽ നിന്ന് 37 കോടിയിലേക്ക് എത്തുകയും ടോട്ടൽ ഇൻകം 71% ഇടിഞ്ഞ് 57 കോടിയിൽ നിന്നും 16 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. രാജ്യരത്തൻ ഗ്ലോബൽ വയറിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ഡീസൻ്റാണ്. കമ്പനിയുടെ റവന്യൂ 4% ഉയർന്ന് 240 കോടിയിൽ നിന്നും 251 കോടിയിലേക്ക് എത്തി. അതേസമയം കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 25% ഇടിഞ്ഞിട്ടുണ്ട്. 20 കോടിയിൽ നിന്നും 15 കോടിയിലേക്ക് പ്രോഫിറ്റ് ഇടിഞ്ഞു. EBITDA 3% ഇടിഞ്ഞ് 34 കോടിയിൽ നിന്നും 33 കോടിയിലേക്ക് എത്തുകയും EBITDA മാർജിൻ 14.4% നിന്നും 13.3% ഇടിയുകയും ചെയ്തു. ക്വാർട്ടർലി റിസൾട്ട് മോശമായതുകൊണ്ട് ചിലപ്പോൾ സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ വരാൻ സാധ്യതയുണ്ട്. മറ്റൊരു സ്റ്റോക്ക് ഹിമാദ്രി സ്പെഷ്യാലിറ്റിയാണ്. ഹിമാദ്രി സ്പെഷ്യാലിറ്റിയുടെ പ്രോഫിറ്റിൽ 35% ഉയർച്ച ഉണ്ടായെങ്കിലും റവന്യൂ 3.6% ഇടിഞ്ഞു. നെറ്റ് പ്രോഫിറ്റ് 115 കോടിയിൽ നിന്ന് 186 കോടിയിലേക്ക് ഉയർന്നപ്പോൾ റവന്യൂ 1177 കോടിയിൽ നിന്നും 1135 കോടിയിലേക്ക് ഇടിയുകയാണ് ഉണ്ടായത്. ആനന്ദ് രാജിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 51% വർദ്ധിച്ച് 78 കോടിയിൽ നിന്നും 119 കോടിയിലേക്കെത്തി.
റവന്യൂ 22% വർദ്ധിച്ച് 443 കോടിയിൽ നിന്നും 541 കോടിയിലേക്കെത്തി. എബിറ്റ 36% വളർച്ച കൈവരിക്കുകയും മാർജിൻ 23.6% നിന്നും 26%ത്തിലേക്ക് ഉയരുകയും ചെയ്തു. ചൈന, വിയറ്റ്നാം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള സ്റ്റീൽ ഇമ്പോർട്ടിന് മുകളിൽ 12%-ഓളം സേഫ് ഗാർഡ് ഡ്യൂട്ടി ഏർപ്പെടുത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ സെയിൽ, JSW, ടാറ്റ സ്റ്റീൽ, JSPL തുടങ്ങിയ സ്റ്റോക്കുകളെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. ഇന്ന് ശ്രദ്ധിക്കേണ്ട മറ്റൊരു സ്റ്റോക്ക് വേദാന്തയാണ്. വേദാന്ത അതിൻ്റെ കടബാധ്യത കുറയ്ക്കുന്നതിന് വേണ്ടി $530 മില്യൺ വിവിധ ബാങ്കുകളിൽ നിന്നും വായ്പയ്ക്ക് എടുത്തിട്ടുണ്ട്. കൂടാതെ കോൾ ഇന്ത്യ എന്ന കമ്പനി ദാമോദർ വാലി കോർപ്പറേഷൻ എന്ന കമ്പനിയുമായി ചേർന്ന് അൾട്രാ സൂപ്പർ ക്രിട്ടിക്കൽ തെർമൽ യൂണിറ്റുകൾ ജാർഖണ്ഡിൽ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഡീലിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. നിപ്പോൺ ലൈഫ് AMCയുടെ ആപ്ലിക്കേഷനും വെബ്സൈറ്റുമൊക്കെ പൂർണ്ണമായും പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നിപ്പോൺ ലൈഫ് AMC എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ടാറ്റ മോട്ടോഴ്സിന് വേണ്ടി 131 മെഗാവാട്ട് ശേഷിയുള്ള വിൻഡ് സോളാർ ഹൈബ്രിഡ് പ്രൊജക്റ്റ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി ടാറ്റ മോട്ടോഴ്സും ടാറ്റ പവറും എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചു. ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ന കമ്പനി മിനിമാലിസ്റ്റ് എന്ന കമ്പനിയുടെ പേരൻ്റ് കമ്പനിയായ അപ്രൈസിംഗ് സയൻസ് എന്ന കമ്പനിയുടെ 90%-ഓളം സ്റ്റേക്കുകൾ 2,706 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തു. ബ്രിഗേഡ് എൻ്റർപ്രൈസസ് 175 കോടി രൂപയുടെ വാല്യൂഷൻ വരുന്ന ഒരു ലാൻഡ് ബാംഗ്ലൂരിൽ ഡെവലപ്പ് ചെയ്യുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ബ്രിഗേഡ് എൻ്റർപ്രൈസസ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.